ഹായ്, എല്ലാവർക്കും സിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാമിന് അടുത്ത കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ GK അധ്യാപകരാണ് അല്ലേ. അപ്പം ഞങ്ങൾ 3 പേരും ആക്ച്വലി GK പാർട്ടിലാണ് ഇന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ എക്സാമിനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്തൊക്കെയാണ് ആശിഷ് സാറേ? GK ആണോ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത്? ഈ GK നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളത്, പക്ഷേ ഈ എക്സാമിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ സാഗരം പോലെ ഇങ്ങനെ കടൽ പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആരും പറയില്ല നിങ്ങൾ GK തന്നെ പഠിക്കണം എന്നൊരിക്കലും പറയില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മാത്സ് അതിന്റെ മാർക്ക് വെയിറ്റേജ് അറിഞ്ഞ് കട്ട് ഓഫിനുള്ളിൽ കടക്കേണ്ട ഏറ്റവും കോർ ഏരിയാസ് ആദ്യം കവർ ചെയ്യണം. അത് നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അല്ലെ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അതാണ് കവർ ചെയ്യേണ്ടത്. അതാണ് അതിന്റെ കൂടെ ഒരു IT ഉണ്ട്, 5 മാർക്ക് IT ഉണ്ട്. അപ്പൊ ആ ITയും കവർ ചെയ്യുമ്പോൾ എന്ത് GK പഠിക്കണം, അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ജിതേഷ് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയും? തുടക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ പറയാം. അപ്പൊ അതില് പ്രധാനമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗമാണ്. സിലബസ് പ്രകാരം തുടങ്ങുന്നത് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗമാണ്. പക്ഷെ നമുക്കത് വലിയൊരു സാറ് പറഞ്ഞ വലിയൊരു ഏരിയ ആയതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ തവണത്തെ പരീക്ഷകളൊക്കെ വെച്ച് നമ്മളൊരു നിഗമനത്തിൽ എത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഷുവറായിട്ടും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ഗാന്ധിയൻ യുഗം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ 1-2 മാർക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ഇന്ത്യ ചരിത്രം എവിടെ പഠിക്കണമെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെയാണ് കേരള ചരിത്രം. ഇപ്പൊ കേരള ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ തന്നെ ഈ കേരളത്തിൽ നടന്ന പ്രമുഖമായ സമരങ്ങളുമായിട്ട് മുന്നേറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകന്മാര് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ആ ഏരിയ. പിന്നെ ഈ പരീക്ഷയ്ക്ക് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ പറ്റിയ അതെ, അതായത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പ്രസ്താവന ചോദ്യങ്ങൾ എന്ന രീതിയിൽ തന്നെ കാണാറുണ്ട്. അതിലൊരു നമ്മൾ പേഴ്സൻറ്റേജ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർത്താണ്ഡവർമ്മ കുളച്ചിൽ യുദ്ധം പോലെയുള്ള അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഒന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്വാതി തിരുനാളിനെ പോലെയുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു രാജാവിനെ ചോദിക്കാറുണ്ട്. പിന്നെ കേരളത്തിലെ മുന്നേറ്റങ്ങൾ, ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നിന്ന് ചോദിക്കുക. വൈക്കം സത്യാഗ്രഹം, ഇപ്പൊ നമ്മൾ 100ാം വാർഷികമൊക്കെ ആചരിച്ചതിന്റെ ഭാഗമായിട്ട് വൈക്കം സത്യാഗ്രഹം കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശ്രീധരൻ സാറിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെയാണ് ചില സമയങ്ങളിൽ വന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെ വന്നു എന്ന് കണ്ട് അത് മാത്രം ഇനിയിപ്പോൾ അത് പോയി വായിക്കുക നടക്കുന്ന പരിപാടിയല്ല. എലിമിനേഷൻ ടെക്നിക്കിലൂടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാകും GKയിലെ ഈ ഒരു പോർഷൻ എന്നൊക്കെ പറയുന്നത്. ഇനിയും നമുക്ക് ആസിഫ് സാറിലേക്ക് വരാം. ഇനി ഹിസ്റ്ററിയിലെ വേൾഡ് പറയുകയാണെങ്കിൽ എന്ത് പറയും? അതെ, സാറ് പറഞ്ഞതുപോലെ തന്നെ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ നിങ്ങൾ ഒഴിച്ചു കളയുന്ന ഒരു സാധനമാണ്. കാര്യം 1-2 മാർക്കിനെ ചോദിക്കുള്ളൂ, പക്ഷെ വേൾഡ് ഹിസ്റ്ററി ചോദിക്കും. ഈ വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ ഒരു കുറുക്ക് വഴിയുണ്ട്. ലോങ് മാർച്ച്, ഒപ്പിയം വാർ മുതലായ കുറച്ച് വാക്കുകളുണ്ട്. അത് ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എങ്കിലും ഒന്ന് നോക്കി വെക്കുക. ആ ഒരു ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്, എന്ത് ചെയ്യും? എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം പോയി ആൻസർ ചെയ്യും. ഞാൻ മാത്രം ആൻസർ ചെയ്യാതിരിക്കുമ്പോൾ എന്ത് പറ്റും? ഞാൻ കോമ്പറ്റീഷന് പുറത്താവും. സോ അതുപോലെയുള്ള കാര്യങ്ങൾ ഈ സിലബസ് ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് ആകെ 5 റെവല്യൂഷൻസേ കൊടുത്തിട്ടുള്ളൂ. ആ 5 റെവല്യൂഷൻസിന്റെ ഒരു ഉപരിതലത്തിൽ നിന്ന് പഠിക്കുക, സർഫസിൽ നിന്ന് എങ്കിലും ഒന്ന് പഠിക്കുക. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ള ഏരിയ ആണ്. എല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ PYQs മനസ്സിലാക്കി. ഇപ്പൊ ഞങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നു 19ഓളം സെറ്റുകൾ നമ്മൾ PYQs നമ്മൾ ആപ്പിലേക്ക് എടുത്തു. ഡിഗ്രി ലെവൽ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ PYQs നോക്കുമ്പോൾ നിങ്ങൾ ആ PYQസിനെ ബേസ് ചെയ്ത് തന്നെ പഠിക്കുന്നതായിരിക്കും. എന്താണ് ഏരിയ എന്ന് മനസ്സിലാക്കാനായിട്ട് നല്ലതായിരിക്കും അല്ലെ. ഇനിയും അടുത്തത് ജോഗ്രഫി. സാറിന്റെ ഏരിയ ആണ്, നമുക്ക് ജോഗ്രഫി പറയാം. ജോഗ്രഫിയിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഡിഗ്രി പ്രിലിംസ് ആണ്, കേരളത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. കേരള ജോഗ്രഫിയിലാണ് സ്കോർ ചെയ്യാൻ എളുപ്പം, സേഫ്. അതിന്റെ ഒരു കാരണം കൂടിയുണ്ട്. UPSCക്കാർ എഴുതാൻ വരുന്നു, മറ്റ് പല ഏരിയയിൽ നിന്നും ബാങ്കിങ്ങിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ഏരിയ എഴുതാൻ വരുമ്പോൾ അവർക്ക് പുതിയ ടോപ്പിക്കാണ് കേരള ജോഗ്രഫി. നമ്മൾ ഇവിടെ സ്കോർ ചെയ്താൽ നമുക്കൊരു എഡ്ജ് കിട്ടും.
എനിക്ക് എൻ്റെ ഒരു യുണീക്നെസ് കിട്ടും. അപ്പോൾ കേരള ജോഗ്രഫി വിടാതിരിക്കുക, കുറച്ച് ഫാക്ടുകളേ ഉള്ളൂ, പഠിച്ചു വെക്കുക. കുറച്ചുകൂടെ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള പോർഷൻസ് ആണ്. നമ്മുടെ നദികളെ നമുക്കറിയാം, നമ്മുടെ പർവ്വതനിരകളെ നമുക്കറിയാം, അല്ലെ? കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലാവസ്ഥ, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഭാഗം നമുക്ക് അറിയാവുന്നതാണ്, ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. സോ അത് വലിയ കുഴപ്പമുണ്ടാവില്ല, അതിൽ പിടിക്കുക. അപ്പം എന്താണ് അല്ലാത്ത ജോഗ്രഫി വേൾഡ് ജോഗ്രഫിയിലേക്ക് ഒരുപാട് കിടക്കാതെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ റിവറുകൾ, ഇന്ത്യയിലെ ഫിസിയോഗ്രഫിക് റീജിയൻസ്, അതായത് താഴ്മരുഭൂമി, പിന്നെ ഹിമാലയൻ പർവ്വതങ്ങൾ, താഴോത്തുന്നാൽ പീഠഭൂമി, സമതലം, ആ ഡിവിഷൻസും അതിലെ മേജർ കാര്യങ്ങൾ നോക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഗംഗയും ഹിമാലയനും. ഹിമാലയൻ ഗംഗയും പഠിക്കാതെ മുന്നോട്ട് പോകരുത്, പറ്റില്ല. അവിടെയാണ് ഈ PYQന്റെ നമ്മൾ ഈ 17 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു റിലവൻസ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അറിയാം ജോഗ്രഫിക്ക് എത്ര ഡെപ്ത് ഉണ്ട്, ഇവർ എവിടെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇവർ എല്ലാ ടോപ്പിക്കിലും സ്റ്റേറ്റ്മെന്റ് ചോദിക്കില്ല. പക്ഷെ ഗംഗയ്ക്ക് ഒരു ചോദ്യം ഉണ്ടോ, അത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കാര്യം ഗംഗ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞു, നമ്മൾ അവിടെ അത്ര ഡെപ്തിൽ പഠിക്കണം. അപ്പം പക്ഷെ അത് മാത്രം ഞങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ GK ചിലയിടത്ത് ഒതുക്കി പഠിക്കണം, ചിലയിടത്ത് വാസ്റ്റായിട്ട് പഠിക്കണം. പക്ഷെ അത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സാവില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ്? ആ ഒരു 50 മാർക്ക് ആ റേഞ്ചിലാണ് കടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിലായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എല്ലാം വാരി വരച്ച് പഠിക്കാൻ സമയമില്ല. ഇനി അടുത്തൊരു സബ്ജക്ട് സാറ് തന്നെ പറയുകയാണെങ്കിൽ സാർ അടുത്ത സാറിന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏത് ചൂസ് ചെയ്യും? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 സബ്ജക്റ്റുകളിൽ ഹിസ്റ്ററി കുറച്ച് വാസ്റ്റ് ആണ്, കുറച്ചുകൂടെ പ്രശ്നമാണ്. GKയിൽ വരുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിന്റെ ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അവർക്ക് ഒരു കുറച്ചും കൂടി ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട് പഠിക്കാൻ. ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, പാർലമെന്റ്, അത് പഠിച്ചാൽ തന്നെ ഒരു 3 ചോദ്യത്തിനുള്ള ഉത്തരം അതിനുള്ള വകുപ്പ് അതിനകത്ത് നിന്നുണ്ട്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഹിസ്റ്ററി തുടക്കം പഠിക്കാം. അപ്പോഴും ഒരു ചെറിയ പോർഷനാ. ഏൻഷ്യൻ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി അത്രയും വലുതല്ല. അതുകൊണ്ട് അത് കളയരുത് എന്നുള്ളതാണ്. അത്രയും പഠിക്കാൻ സമയം ഇവിടെ വേണ്ട, ഇത്രയും വേണ്ട. പക്ഷെ ഫാക്ടുകളാണ് എല്ലാ പരീക്ഷയ്ക്കും വേറൊരു കാര്യം, എമർജൻസി എന്ന് പറഞ്ഞ ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. പ്രധാനപ്പെട്ട കുറച്ച് അമെന്റ്മെന്റ്സ് അതും കുറച്ചേ ഉള്ളൂ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് 42, 44 ഒക്കെയാണ് കൃത്യമായിട്ട് ചോദിക്കുന്നത്. അതെന്തായാലും പഠിച്ചിരിക്കണം. അവിടെയും ഒരു പ്രത്യേകത എന്താ, സ്റ്റേറ്റ്മെന്റ് ചോദിക്കുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അവിടെയാണ് ഒരു എക്സ്പെർട്ട് ലെവലിൽ അഡ്വൈസ് വേണ്ട വരുന്നത്. പുതിയൊരു കുട്ടിക്ക് നേരെ പോയി സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അവരെ? എങ്ങനെ, ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റും? ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരാണെന്ന് വിചാരിക്കുക. 1, 2, 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ മോസ്റ്റ് പ്രോബബ്ലി തെറ്റായിരിക്കും, ബ്ലണ്ടർ ആവാനുള്ള സാധ്യതയുണ്ട്, വലിയ തെറ്റ് ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഓപ്ഷനിൽ ഉത്തരം കിട്ടും. അത് കളയുക എന്നുള്ളതായിരിക്കും. ഈ ചോദ്യകർത്താവിനൊരു ഉദ്ദേശം ഉണ്ടാവും, ഇവന് നല്ല ബോധത്തോടുകൂടി, മെന്റൽ സ്റ്റെബിലിറ്റിയോടുകൂടി, ഈ പറയുന്ന പോലെ സ്ട്രെസ് ഇല്ലാതെയാണോ എക്സാം എഴുതാനിരിക്കുന്നത്, അതും കൂടെ പുള്ളിക്ക് അസസ് ചെയ്യണമെന്നുണ്ടാവും. അത് പിടിക്കാൻ പറ്റുന്ന ആളെയാണ് അവർക്ക് വേണ്ടത്. സെക്രട്ടറി ടെസ്റ്റിന്റെ, യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ പോലെയുള്ള വലിയ വലിയ പോസ്റ്റുകളാ. അത് കഴിഞ്ഞാൽ പിന്നെ കേസും കൂടി ഉള്ളൂ. അപ്പൊ അതിലിരിക്കുന്ന ആളുടെ നിലവാരം അവർക്ക് വേണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അവരിടും. അപ്പൊ എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് വെച്ച് നമുക്ക് കുറേയധികം, നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെയാണ് ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പൊ ആ രീതിയിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി വീണ്ടും സാറേ, നമ്മുടെ ആർട്സ് ആൻഡ് കൾച്ചർ, ഈ ഒരു ഭാഗത്തുനിന്ന് 10 മാർക്കാണ്. പഠിക്കാൻ ഒരുപാട് ഭാഗം ഉണ്ടെങ്കിലും നമുക്ക് സ്പോർട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ടിട്ട് ഇപ്പൊ നമ്മളിപ്പോ വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിന് അത്ര ഇമ്പോർട്ടന്റ് ഉണ്ട്. ഫുട്ബോള്, ടെന്നീസ്, ഹോക്കി, ക്രിക്കറ്റ്, ഈ 4ആണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത എന്ന് പറയുന്നത് ക്രിക്കറ്റ് തന്നെയാണ്. ക്രിക്കറ്റിൽ നിന്ന് തന്നെയാണ് ഓരോ സ്കോറുകൾ എത്രയാണ്, ഓരോ ഇപ്പൊ മുത്തയ്യ മുരളീധരന്റെ ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പൊ കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സ്പോർട്സിനെ കാണുന്നത്. ഇനി അതിന്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ചില പുസ്തകങ്ങൾ, അതിന്റെ 2020 മുതൽ ഇങ്ങോട്ടുള്ള അവാർഡ്സ് നമ്മളൊന്ന് ജസ്റ്റ് നോക്കേണ്ടി വരും. വയലാറാണെങ്കിലും വള്ളത്തോളാണെങ്കിലും അങ്ങനത്തെ കുറച്ച്, അത് കറണ്ട് അഫെയർ തന്നെയാണ് പറയാം നമുക്ക്. അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ പുസ്തകങ്ങൾ, മലയാളത്തിൽ നിന്നൊക്കെയുള്ള പുസ്തകങ്ങൾ ഉള്ളടക്കി നന്നായിട്ട് പരിഗണന. ഈ അടുത്തൊക്കെ നല്ല യുവ എഴുത്തുകാർക്കൊക്കെ അത് കിട്ടലുണ്ടായി. പിന്നെ നമുക്ക് അതിൽ വരുന്ന ഒരു ഭാഗം നമ്മുടെ ഒരു കല എന്ന് പറയുന്ന ഒരു ഭാഗം. പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് കൂടിയാട്ടം,
യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ കൂടിയാട്ടത്തിന് എപ്പോഴും ചോദ്യപേപ്പറിൽ ഒരു മുൻഗണന കൊടുക്കാറുണ്ട്, കഥകളിക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മുടിയേറ്റ് പോലെയുള്ള കല, തെയ്യം. ഇപ്പൊ ഈ അടുത്തൊരു പരീക്ഷ പേപ്പറിൽ തെയ്യത്തിനെ പറ്റി ചോദിക്കലുണ്ടായി. സ്ഥാപനങ്ങള്, അതോടെ കലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങള്. കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൽ തന്നെ എനിക്ക് തോന്നുന്നു ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു, അതിന്റെ ചെയർമാനായാണ് ഫോക്ലോർ എപ്പോഴും ഉള്ളതാണ്. അതിന്റെ മാഗസിന് അല്ലെ, എല്ലാ അവാർഡുകള്, PK കാളൻ പ്രൈസ്, ഇതൊക്കെ പരീക്ഷയുടെ ഒരു ഹോട്ട് ടോപ്പിക്. കല എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ അത്തരം ഒരു ഏരിയ തന്നെ എന്തായാലും വായിച്ചെത്തേണ്ട ഏരിയയാണ് നമ്മൾ പറയുന്നത്. അത് മാത്രം പോരാ എന്നാണ്. അപ്പൊ നമ്മൾ വായിച്ചെത്തേണ്ട ഒരു ഭാഗം അത്രയും ഭാഗങ്ങൾ വായിച്ചെത്തണം. ഇനി അപ്പൊ ഇവിടെ കറണ്ട് അഫയേഴ്സിനും പ്രാധാന്യം കൊടുത്തു തന്നെ വേണം മുന്നോട്ട് പോകാൻ. ഇപ്പൊ ജ്ഞാനപീഠമൊക്കെ എപ്പോഴും പരീക്ഷയുടെ ഒരു ഏരിയസ് ആണ്, ഈ ഒരു സിലബസിൽ തന്നെ ഉള്ളതാണ്. ഇനിയും അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുമ്പോൾ ഇവിടെയൊക്കെയുള്ള പ്രശ്നം കറണ്ട് അഫെയർ ഹെക്ടിക് ആണ്. അവിടുത്തെ കറണ്ട് അഫെയർ ആണ് അവർ മെയിൻ ആയിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീസെന്റ് ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്ത് സംഭവിച്ചു, നിസ്സാരമല്ല. അതാണല്ലേ, മറ്റേ കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന പോലെ അല്ല സയൻസ് ആൻഡ് ടെക്നോളജി. അല്ല സാറേ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ISRO നിർബന്ധമായി, പുതിയ പദ്ധതികൾ മംഗളയാൻ പോലെ, ആദിത്യ പോലെ അത്തരം പദ്ധതികൾ എന്തായാലും നിർബന്ധമായിട്ടും കറണ്ട് അഫെയറിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്തിന് ഒരു വെയിറ്റേജ് കൊടുക്കുക. അതാണ് അതിന്റെ ഒരു ഏറ്റവും മിനിമൽ സാധനം. 5 മാർക്ക് ഉണ്ട്. പിന്നെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പിന്നെ കാരണം നമുക്ക് സാധാരണ രീതിയിൽ എൻവയോൺമെന്റ് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നതിനകത്ത് മാധവ് ഗാഡ്ഗിലായാലും അങ്ങനെയുള്ള എല്ലാ വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കാറുണ്ട്. അവരുടെ പുസ്തകങ്ങള്, അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങള് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് അതിന് പ്രാധാന്യം ഉണ്ട്. ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒബിച്വറീസ്, മരണപ്പെട്ടവരുടെ രീതിയിൽ. പക്ഷേ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടന്റുകൾ നിങ്ങൾ എല്ലാ ദിവസവും ഇത് മാത്രം വായിച്ചു പഠിക്കരുത്. 5 മാർക്കിന്റെ ആണെങ്കിൽ ഒരു ക്രിസ്പി ആയിട്ട് വേണം ഇത് നോക്കാനായിട്ട്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് വെബ്സൈറ്റുകൾ, ISROയുടെ ഒക്കെ, അതും നാഷണൽ ലെവലിലുള്ള ന്യൂസുകളായിരിക്കും കൂടുതലായിട്ട് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡ്സ് ഇവിടെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന സെറ്റിനൊക്കെ ഈ ഒരു ഏരിയ സെറ്റിന്റെ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് കുറേ അധികം നമുക്ക് ഇവിടെ കിട്ടാറുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടുന്ന് പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവലിലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. സെറ്റ് എക്സാമിന് നടക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. ഇനി എന്ത് സബ്ജക്റ്റ് നമ്മൾ പറയാം? എക്കണോമിക്സ് സാറേ എന്ത് പറഞ്ഞു നോക്കുക? എക്കണോമിക്സ് പഠിക്കണോ ഒരു ഉദ്യോഗാർത്ഥി? എക്കണോമിക്സ് പഠിക്കണോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അതിന്റെ കാരണം എന്താ? എക്കണോമിക്സിലെ കറണ്ട് അഫെയറിന്റെ ഒരു അതിപ്രസരം കാരണമാണ് ഇത് ചോദിക്കുന്നത് തന്നെ. രണ്ടാമത്തെ കാര്യം, അതിന്റെ കുറേ വാക്കുകൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, SLR, CRR, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ചോദ്യകർത്താവ് അതിലേക്കൊന്നും കടക്കാറില്ല. പൊതുവെ നേരെ പോകുന്നത് 5 ഇയർ പ്ലാനിലേക്കാണ്. ആദ്യത്തെ ചോദ്യം 5 ഇയർ പ്ലാൻ. അതെ, പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യത്തിൽ. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് നീതി ആയോഗിലേക്ക് പോകുന്നു. പിന്നെ അപ്പൊ അവരുടെ പ്ലാനിംഗ് കമ്മീഷൻ, 5 ഇയർ പ്ലാൻ, നീതി ആയോഗ്, ഇത് മൂന്നും ഇനി ഏത് പരീക്ഷ എടുത്തോ ഇതില്ലാതെ ഒരു പരീക്ഷപ്പെടാൻ പൊതുവെ സാധ്യതയില്ല. അല്ല സാറേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീതി ആയോഗുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ഒരു ഭൂരിഭാഗം ചോദ്യം എന്തായിരിക്കും? നീതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് സാറ് നേരത്തെ പറഞ്ഞൊരു മെത്തേഡ് പ്രകാരം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. നമ്മൾ എന്തായാലും പഠിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ അങ്ങനെ സാറ് പറഞ്ഞൊരു മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാം വായിച്ചെത്തിയിട്ടുള്ള സമയമില്ല. അപ്പൊ അവിടെ വേണ്ടത് ടെർമിനേഷൻ തന്നെയാണ്. ഇവിടെ പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പാസ്സാവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. പഠിത്തത്തിനോട് കൂടെ ആ ട്രെയിനിങ് കൂടെ വേണം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ, അതായത് ഇംഗ്ലീഷിൽ നമുക്കറിയാം എത്ര മാർക്കാണ്? 20 മാർക്കാണ്. കണക്കിന് 20 മാർക്ക്. നമ്മുടെ മലയാളത്തിന് 10 മാർക്ക്. നിങ്ങൾക്ക് 50 കട്ട് ഓഫിൽ വരുമ്പോ ഇത് 350 കിട്ടണമെന്ന് ഒരു ബന്ധവും ഇല്ല. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതിലെല്ലാം കൂടെ നമുക്ക് എന്ത് പിടിക്കാൻ പറ്റും? 10-15 മാർക്ക് കിട്ടാൻ പറ്റും. അല്ലേ? 50 മാർക്കിന് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വെച്ചിട്ട് ഒരു 50 മാർക്കിൽ നമ്മൾ ഒരു ഏവറേജ് ഒരു 40 മാർക്ക് സ്കോർ ചെയ്യാന്ന് വിചാരിക്കാം. ആ 40 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മാക്സിമം വിചാരിക്കുന്ന ഒരു കട്ട് ഓഫ് 55 മുതൽ 60 വരെ. ഞാൻ കുറച്ച് അഡ്വാൻസ് ആയിട്ടാണ്. അപ്പോൾ ബാക്കി പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് 20 മാർക്ക് കിട്ടിയാൽ പാട്ടും പാടി പാസ്സാവും. അതാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മൾ എത്തിക്കാൻ പോകുന്ന പ്ലാനും ഇതേ ഉള്ളൂ. എല്ലാം പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഈ 10-15 വർഷത്തെ 10-15 സെറ്റുകൾ, 20 സെറ്റുകളോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്ത് ഇതേപോലെ തന്നെയുള്ള ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് എലിമിനേഷൻ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് നിങ്ങളിലേക്ക് ഏറ്റവും എളുപ്പമുള്ള ഏരിയാസ് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ എക്സ്പേർട്ട് അധ്യാപകരുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും.
ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. നമ്മുടെ മാർച്ച് 5 പുതിയ ബാച്ച് വരികയാണ്. ഡിഗ്രി പ്രിലിംസ് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറന്നു പോകേണ്ട, ഇപ്പം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. ഞാൻ അഡ്മിഷന് വേണ്ടി കണക്ട് ചെയ്യേണ്ട നമ്പറും ഒരു ഗൂഗിൾ ഫോമും ഒക്കെ താഴെ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ വേഗം തന്നെ പഠിച്ച് സർക്കാർ ജോലി ഉറപ്പിച്ചോളൂ.